ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 19-ാം ദിവസം. പരിശുദ്ധാരൂപി രോഗികൾക്ക് സൗഖ്യം നൽകുന്നു എന്നതിനെ ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: നിന്റെ ആത്മാവ് ഇപ്പോൾ ചാവുദോഷത്താലും മുറിപ്പെട്ടാണോ ഇരിക്കുന്നത്? ദുഃഖസങ്കടങ്ങൾ ആത്മാവിന് ഔഷധങ്ങളാണ് എന്ന് നീ കരുതുന്നുണ്ടോ? ദൈവത്തെ പ്രതി സങ്കടങ്ങൾ സഹിക്കുമ്പോൾ നിന്റെ മുഖം മ്ലാനമാകാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അറപ്പുള്ളവയെ കഴുകുന്നവനും രോഗികൾക്ക് സൗഖ്യം നൽകുന്നതിനുമായ റുഹാദ് ഖുദാശയെ, രോഗം ബാധിച്ചതും അറപ്പ് നിറഞ്ഞതുമായ ഒരു ആത്മാവോടുകൂടി ഇതാ നിന്റെ തിരുമുമ്പാകെ ഞാൻ നിൽക്കുന്നു. നീ തിരുമനസ്സായാൽ എൻ്റെ കുഞ്ഞ് സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞ ശതാധിപനെ പോലെ ഇതാ ഞാനും പറയുന്നു. എൻ്റെ ഓമനയും നിന്റെ ദത്തുപുത്രനുമായ എൻ്റെ ആത്മാവിൻ്റെ വ്യാധി മാറുന്നതിന് നീ ഒരു വാക്ക് മാത്രം അരുളി ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ കനിവ് നിറഞ്ഞ വൈദ്യ, നീ അരുളി ചെയ്യുക മാത്രമല്ല, നീ തന്നെ ഇറങ്ങി വന്ന് എന്നെ സ്വസ്ഥനാക്കാൻ ഒരുങ്ങിയിരിക്കുന്നുവല്ലോ. പിന്നെ എന്തിന് എൻ്റെ രോഗത്താൽ ഞാൻ മരിക്കുന്നു? എൻ്റെ പാപത്തിലേക്ക് ചാഴ്ചകളെ കൂടിയും നീ ചൊവ്വാക്കണമേ. ഞാൻ പാപത്തിൽ ജനിച്ചു വളർന്ന് തഴങ്ങിയവനാവുകയാൽ നീ സാധകമായ ഒരു വരപ്രസാദം നൽകിയാലല്ലാതെ ഞാൻ സ്വസ്ഥനാകുകയില്ലെന്നും നീ ഓർത്തരുളയണമേ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിനും വിഷമമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്നെപ്പോലെ തന്നെ പാപരോഗത്തിലിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. നീ തരുന്ന ജ്ഞാന ഔഷധങ്ങളാകുന്ന ദുഃഖാരിഷ്ടതകളെല്ലാം പിറുപിറുപ്പും ആവലാതിയും കൂടാതെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഞങ്ങൾ പൂർണ്ണ സുഖം പ്രാപിച്ച് നിത്യമായ നിന്റെ സ്തുതികളെ പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ദിവ്യവൈദ്യനായ പരിശുദ്ധാരൂപിയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: എനിക്ക് നേരിടുന്ന ദുഃഖാരിഷ്ടതകളെല്ലാം സന്തോഷത്തോടെ ഞാൻ സഹിച്ചുകൊള്ളാം. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.